വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ വനിതാ കമ്മീഷൻ നിയമത്തെക്കുറിച്ചും വനിതാ കമ്മീഷനെ കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. അത് ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന വനിതാ കമ്മീഷനും ഇപ്പോ മിക്ക പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് സിലബസിൽ ഉൾക്കൊള്ളിക്കുന്നത് പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. അപ്പൊ നിയമങ്ങളും ഇത്തരം കമ്മീഷനുകളും ഒക്കെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് വിസ്തരിച്ച് തന്നെ ഓരോ മുക്കും മൂലയും നോക്കി തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. ദേശീയ വനിതാ കമ്മീഷൻ നിയമം സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന മനുഷ്യാവകാശ അക്രമങ്ങള് തടയുന്നതിന് വേണ്ടിയിട്ടും പരമാവധി സ്ത്രീകൾക്ക് നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും ഇന്ത്യൻ പാർലമെന്റ് 1990 പാസാക്കിയ നിയമമാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം. അപ്പോൾ ഇന്ത്യയിലുള്ള സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെന്റ് 1990 പാസാക്കിയ നിയമമാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം. ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 1990 മെയ് 22-നാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 മെയ് 22-ന് ലോക്സഭയിൽ അവതരിപ്പിക്കുകയും രാഷ്ട്രപതി 1990 ആഗസ്റ്റ് 30-ന് ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പൊ വനിതാ കമ്മീഷൻ നിയമം, ദേശീയ വനിതാ കമ്മീഷൻ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം 1990 ഓഗസ്റ്റ് 30-ആണ്. നെക്സ്റ്റ് വൺ, ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൽ 5 അധ്യായങ്ങളും 17 സെക്ഷനുകളുമാണുള്ളത്. ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൽ 5 അധ്യായങ്ങളും 17 സെക്ഷനുകളുമാണുള്ളത്. 1990 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആദ്യ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1992 ജാനുവരി 31-നാണ്. അപ്പൊ ഇന്ത്യയില് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992 ജാനുവരി 31-നാണ്. ഇനി ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലെ അധ്യായം 2-ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പറയുന്നത് 5 അധ്യായങ്ങളുണ്ട്. അതിൽ 2-ാം അധ്യായത്തിലാണ് ദേശീയ തലത്തിൽ ഒരു വനിതാ കമ്മീഷൻ രൂപീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്, 5 അധ്യായത്തിൽ കേട്ടോ. ഇനി അടുത്തത്, ഈ ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, പ്രധാനമാണ് കേട്ടോ. നിയമത്തിലൂടെ രൂപം കൊണ്ട സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് നമ്മൾ പറയാം അല്ലെ. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. എവിടെയാണ് ആസ്ഥാനം? ന്യൂഡൽഹിയിലെ നിർഭയ ഭവൻ. ഇനി എന്തിന്റെ കീഴിലാണ് ദേശീയ വനിതാ കമ്മീഷൻ വരുന്നത്? വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കീഴിലാണ്. ഇപ്പൊ വനിതാ ശിശു വികസന മന്ത്രാലയം അഥവാ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് കീഴിലാണ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഉള്ളത്. അടുത്തത്, ഇവരുടെ ഒരു പ്രസിദ്ധീകരണം, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേര് രാഷ്ട്ര മഹിള എന്നാണ്. എന്താണ് പ്രസിദ്ധീകരണം? രാഷ്ട്ര മഹിള എന്നാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഈ പ്രസിദ്ധീകരണം ഉണ്ട്. അപ്പൊ രാഷ്ട്ര മഹിള എന്നാണ് ആ പ്രസിദ്ധീകരണത്തിന്റെ പേര്. ഇനി ഇത് രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനി ഇതിലത്തെ അംഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കണം. ഈ ദേശീയ വനിതാ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, 5 അംഗങ്ങൾ ഉണ്ടാവും. ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, 5 അംഗങ്ങൾ ഉണ്ടാവും, ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. അപ്പൊ ദേശീയ വനിതാ കമ്മീഷനില് ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉണ്ടാവും. ഇവരെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ടാകും. ചെയർപേഴ്സണെ നാമനിർദ്ദേശം ചെയ്യുന്നത്, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാരാണ്. ചെയർപേഴ്സൺ ആകുന്ന വ്യക്തി സ്ത്രീകളുടെ കാര്യങ്ങളിൽ പ്രതിബദ്ധത ഉള്ള വ്യക്തിയായിരിക്കണം. സ്ത്രീകളുടെ കാര്യത്തിൽ പ്രതിബദ്ധതയുള്ള വ്യക്തിയെയാണ് ചെയർപേഴ്സണായി നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. ബാക്കി 5 അംഗങ്ങളെയും കൂടി, അതായത് ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. ആ 5 അംഗങ്ങൾ ഏതൊക്കെ രീതിയിലുള്ളവരാകണം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നുകിൽ നിയമത്തെ കുറിച്ച് അറിവുള്ളവരാവണം, അല്ലെങ്കിൽ നിയമ നിർമ്മാണത്തെ കുറിച്ച് അറിവുള്ള ഒരു വ്യക്തിയാവണം, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലോ സ്ത്രീകൾക്ക് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാൻ
വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിബദ്ധതയുള്ള ഒരു വ്യവസായത്തിലോ അല്ലെങ്കിൽ ആ വ്യവസായത്തിന്റെ നടത്തിപ്പിലോ പരിചയമുള്ള ആളാവണം. സ്ത്രീകളുടെ സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആൾക്കാരാവണം. അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, സാമൂഹ്യ ക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾ, അത്തരം പദ്ധതികളിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ളവരാവണം. അപ്പൊ ഇങ്ങനെ പരിചയമുള്ള വ്യക്തികളിൽ നിന്ന് അതായത് ഇത്തരം മേഖലകളിൽ പരിചയമുള്ള വ്യക്തികളിൽ നിന്നാണ് നമ്മൾ 5 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ 5 അംഗങ്ങളില് ചില വ്യക്തികൾ അഡ്വക്കേറ്റ് പോലുള്ള നിയമത്തില് പ്രാഗൽഭ്യമുള്ളവരായിരിക്കും. ചിലര് വളരെ വലിയ വ്യവസായ സംരംഭമൊക്കെ കുറെ നാള്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വ്യവസായ സംരംഭങ്ങളൊക്കെ കുറെ നാളുകളായിട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളായിരിക്കാം. ചിലര് സാമ്പത്തിക വികസനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കാം. ചിലര് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവാം, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവാം, സോഷ്യൽ പ്രോജക്റ്റുകളുടെയൊക്കെ ഭാഗമായിട്ടുള്ളവരാവാം. അങ്ങനെ ഏതെങ്കിലും ഏരിയയില് അവരുടേതായിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരെ മാത്രമേ ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർപേഴ്സൺ അല്ലാത്ത 5 അംഗങ്ങൾ ഉണ്ടല്ലോ, ആ 5 അംഗങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുള്ളൂ. ഇനി കൂടാതെ ഈ 5 അംഗങ്ങളില് ഓരോ അംഗം ഒരാള് പട്ടികജാതിയിൽ നിന്നുള്ളതും ഒരാള് പട്ടികവർഗത്തിൽ നിന്നുള്ളതും ആയിരിക്കണം. അങ്ങനെയും നിർബന്ധമുണ്ട്. ഇനി ഇത് കൂടാണ്ട് മെമ്പർ സെക്രട്ടറി വേറെ ഉണ്ട്. ആ മെമ്പർ സെക്രട്ടറിയെ നാമനിർദ്ദേശം ചെയ്യുന്നതും കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ ക്ലിയർ ആയില്ല? അപ്പോ ഒരു ചെയർപേഴ്സൺ ഉണ്ട്, 5 അംഗങ്ങളുണ്ട്, പ്ലസ് ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട് കേട്ടോ. ഇത്രയും ആൾക്കാരാണ് ദേശീയ വനിതാ കമ്മീഷനിലുള്ളത്. മെമ്പർ സെക്രട്ടറിക്ക് ഇനി എന്തൊക്കെ യോഗ്യത വേണം? ഭരണത്തിന്റെയോ അല്ലെങ്കിൽ ഘടനാ സംവിധാനത്തിന്റെയോ സാമൂഹ്യ ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെയോ രംഗത്ത് വിദഗ്ധരായിട്ടുള്ള വ്യക്തികളാവണം. അല്ലെങ്കിൽ യൂണിയൻ സിവിൽ സർവീസിലോ ഒരു അഖിലേന്ത്യാ സർവീസിലോ അംഗമായിരിക്കുകയോ സിവിൽ തസ്തികയിൽ ഇരിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥനായിരിക്കണം. അങ്ങനെയുള്ള ആളെയാണ് നമ്മൾ ആരായിട്ട് തെരഞ്ഞെടുക്കുക? മെമ്പർ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇത്രയാണ് അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ആദ്യമായിട്ട് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ജയന്തി പട്നായിക് എന്ന് പറയുന്ന ലേഡി ആയിരുന്നു. അപ്പോൾ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക് ആണ്. രണ്ടാമത്തത് വി മോഹിനിഗിരി, അടുത്തത് വിഭ പാർത്ഥസാരഥി, അടുത്തത് പൂർണിമ അദ്വാനി, നെക്സ്റ്റ് വൺ ഗിരിജ വ്യാസ്, അടുത്തത് മമത ശർമ്മ, നെക്സ്റ്റ് വൺ ലളിത കുമാരമംഗലം, നെക്സ്റ്റ് വൺ രേഖ ശർമ്മ, ഇപ്പോൾ നിലവിൽ വിജയ കെ രഹ്താക്കർ. ആരാണ്? വിജയ കെ രഹ്ത്കാർ ട്ടോ, വിജയ കെ രഹ്ത്കാർ. അപ്പൊ ഇപ്പൊ 9ാമത്തെ ആളാണ്. ഇതില് 2 ആൾക്കാര് ആരാണെന്നാ പറയുന്നത്? 2 തവണ കമ്മീഷന്റെ അധ്യക്ഷരായിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഗിരിജ വ്യാസ്, അവര് 2 തവണയായിട്ട്, രേഖ ശർമ്മയും 2 തവണയായിട്ട്. ഈ ലേഡീസ് ആരൊക്കെയായിട്ട് അംഗമായിട്ടുള്ള അധ്യക്ഷത പദവിയിൽ ഉണ്ടായിരുന്നിട്ടുള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവരെ ഒരു 2-3 പ്രാവശ്യം വായിച്ചവർ ആരാന്ന് അറിയണം. കാരണം എന്തുകൊണ്ടാണെങ്കിൽ താഴെ പറയുന്നവർ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കാത്ത ലേഡി ആര് അല്ലെങ്കിൽ വഹിച്ചതാരെന്നൊക്കെ ചോദിച്ചാലോ? ഒന്നുകൂടെ ഞാൻ പറയാം, ചോദിച്ചിട്ടുണ്ട് മുന്ന്. ജയന്തി പട്നായിക്, വി മോഹിനിഗിരി, വിഭ പാർത്ഥസാരഥി, പൂർണിമ അദ്വാനി, ഗിരിജ വ്യാസ് എത്ര തവണ? 2 തവണ. മമത ശർമ്മ, ലളിത കുമാരമംഗലം, രേഖ ശർമ്മ 2 തവണ. ഇനി ഇപ്പോൾ വിജയ, അല്ലെ? ആരാണ്? വിജയ കെ രഹത്കാർ. അപ്പൊ 9 ആൾക്കാർ, 9ാമത്തെ ലേഡിയാണ് ഇപ്പോ. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ മെമ്പർ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമാപിള്ള. ആദ്യ മെമ്പർ സെക്രട്ടറി ആരാണ്? ഉമാപിള്ളയാണ്. ഇനി അടുത്തത് ഇവരുടെ കാലാവധി, ചെയർപേഴ്സന്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി നിശ്ചയിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ് കാലാവധി നിശ്ചയിക്കുന്നത്. ഇനി ഇവരുടെ കാലാവധിയെ കുറിച്ച് സെക്ഷൻ 4 പറയുന്നത് എങ്ങനെയാണെങ്കിൽ 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ അതാണ് പറയുന്നത്. അതായത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലയളവ് ഒന്നുകിൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇത് 65 വയസ്സ്
എന്നുള്ളത് നിയമത്തിൽ പറയുന്നില്ല. 3 വർഷമാണ് നിയമത്തിൽ പറയുന്നത്. ചെയർപേഴ്സണും അംഗങ്ങളും, അതായത് മെമ്പർ സെക്രട്ടറി ഒഴികെ ചെയർപേഴ്സൺ അംഗങ്ങൾ എന്ന് പറഞ്ഞ 6 പേര്, 5 അംഗങ്ങളും ഒരാള് ചെയർപേഴ്സണും. അവര് രാജിക്കത്ത് ആർക്ക് കൊടുക്കണം? കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണം. ഇനി നമുക്ക് ഇവരുടെ നടപടികള് മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചെയർപേഴ്സണെയും മെമ്പേഴ്സിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ പുറത്താക്കാനുള്ള അവകാശവും കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അങ്ങനെ എങ്ങനെയാ പുറത്താക്കുക? എന്തൊക്കെ നടപടിക്രമങ്ങളാ പുറത്താക്കുമ്പോൾ നമ്മൾ എടുക്കണ്ടേ എന്നുള്ളതാണ് അടുത്തത്. പാപ്പരായാൽ, അതായത് ഇപ്പൊ ഈ 5 മെമ്പേഴ്സും ഒരു ചെയർപേഴ്സണും ഉണ്ടല്ലോ, അവരാരെങ്കിലും പാപ്പരായെന്ന് നമുക്ക് വിവരം കിട്ടിയാൽ നമ്മൾ അവരെ മാറ്റും. അതുപോലെ സദാചാര വിരുദ്ധ കുറ്റത്തിൽ അത് ഏതെങ്കിലും സദാചാര ഇമ്മോറൽ ട്രാഫിക് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, സദാചാര വിരുദ്ധ കുറ്റത്തിൽ പെടുന്ന ഒരു കുറ്റത്തിന്മേൽ ഇവരെ ശിക്ഷിച്ചാൽ അവരെ ശിക്ഷിക്കണം. അതായത് പ്രതിയായോണ്ട് കാര്യമൊന്നുമില്ല, അവര് കുറ്റവാളിയാണെന്ന് തെളിഞ്ഞ് അവരെ ശിക്ഷിച്ചാൽ നമുക്ക് ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കാം. കോടതിയുടെ അഭിപ്രായത്തിൽ മാനസിക അസ്വാസ്ഥ്യം കാണിക്കുന്നു എന്ന് തെളിഞ്ഞാൽ, കോടതി പറയാണ് ഇവർക്ക് മാനസികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാൽ, പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയും, അതായത് അവരവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വിസമ്മതിക്കുകയും പ്രവർത്തിക്കാൻ പ്രാപ്തിയില്ലാത്തവനായി തീരുകയോ ചെയ്താൽ, അവർക്ക് ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ട് പക്ഷെ ചെയ്യാനുള്ള ഒരു കെൽപ്പില്ലെങ്കിലും, മനസ്സിലാവുണ്ടോ? ഒന്നുകിൽ അവരെ പ്രവർത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ആ ഒരു ആരോഗ്യസ്ഥിതി അവർക്ക് ഇല്ലാതെ വരിക, അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾക്ക് അവരെ മാറ്റാം. കമ്മീഷനിൽ നിന്നും അവധിക്ക് അനുവാദമില്ലാതെ കമ്മീഷന്റെ തുടർച്ചയായ 3 യോഗങ്ങളിൽ ഹാജരാകാതിരുന്നാൽ, അതായത് അവധി കൊടുത്തിട്ടൊന്നുമില്ല, 3 യോഗങ്ങൾ നടന്നു, ആ 3 യോഗങ്ങളിലും അവർ പങ്കെടുത്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? അംഗങ്ങളെ പുറത്താക്കും. കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായത്തിൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അംഗം എന്ന നിലയിൽ ആ സ്ഥാനത്ത് തുടരുന്നത് പൊതു താല്പര്യത്തിന് എതിരാണെന്ന് തോന്നിയാൽ, പൊതുജനങ്ങളുടെ താല്പര്യത്തിന് എതിരാണ് ഇവിടെ ഈ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാരിന് തോന്നുകയാണെങ്കിൽ ചെയർപേഴ്സണെയോ അംഗത്തെയോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് അവിടെ നിന്ന് പുറത്താക്കാനും പറ്റും. ഇങ്ങനെയൊക്കെയുള്ള അവകാശങ്ങൾ നമുക്കുണ്ട് എങ്കിലും ഇക്കാര്യത്തിൽ ആ വ്യക്തിക്ക് പറയാൻ, ആരെയാണോ നമ്മൾ പുറത്താക്കുന്ന വ്യക്തിക്ക് പറയാൻ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അവർക്ക് പറയാൻ ന്യായമായ അവസരം കൊടുത്തതിന് ശേഷം മാത്രമേ അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ പാടുള്ളൂ, അല്ലാണ്ട് നമുക്ക് നീക്കം ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി കമ്മീഷന്റെ ചുമതലകളുടെ കാര്യക്ഷമമായ നിർവഹണത്തിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും കേന്ദ്ര സർക്കാർ കമ്മീഷന് നൽകണം. ഈ കമ്മീഷൻ ഭംഗിയായിട്ട് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലുള്ള ഓരോ ലേഡീസിനും വേണ്ടി കൃത്യമായിട്ട് ചെയ്യാൻ കമ്മീഷന് സാധിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ജീവനക്കാരെ കൊടുക്കണം, ഉദ്യോഗസ്ഥരെയൊക്കെ ആര് കൊടുക്കണം? സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിരിക്കണം. ചെയർപേഴ്സണും അംഗങ്ങൾക്കും മറ്റുദ്യോഗസ്ഥർക്കും ശമ്പളം, ഭത്ത, പെൻഷൻ ഉൾപ്പെടെയുള്ള ഭരണ ചെലവുകളും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഗ്രാന്റുകളിൽ നിന്ന് നൽകണം. മനസ്സിലാവുണ്ടോ? അപ്പോ ഇവർക്ക് ആവശ്യമുള്ള ഉദ്യോഗസ്ഥരെ കൊടുക്കണം, കൂടാതെ ഇവർക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് ഭത്തകൾ കൊടുക്കണം, അതുപോലെ തന്നെ പെൻഷൻ കൊടുക്കണം, അലവൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നൊക്കെ കൃത്യമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട്. ഇനി അടുത്തത്, വനിതാ കമ്മീഷൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണ്, പ്രത്യേക വിഷയങ്ങളൊക്കെ ഇവർ കൈകാര്യം ചെയ്യുകയാണ്, ചില പൊതു താല്പര്യ വിഷയങ്ങൾ ഇവർ കൈകാര്യം ചെയ്യുന്നതിനായി കമ്മീഷന് ആ പ്രത്യേക കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ കമ്മിറ്റികളെ നിയമിക്കാനുള്ള അവകാശമുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ വനിതാ കമ്മീഷൻ ഏറ്റെടുക്കുന്ന പ്രത്യേക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി കമ്മീഷന് അതാത് സമയം കമ്മിറ്റികളെ നിയമിക്കാവുന്നതാണ്. ഈ കമ്മിറ്റികളിലെ അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? കമ്മീഷനാണ്. അപ്പൊ കമ്മിറ്റികളെ നിയമിക്കാനും കമ്മിറ്റികളിലെ അംഗങ്ങളെ നിയമിക്കാനും കമ്മീഷൻ അധികാരമുണ്ട്. എന്നാൽ കമ്മിറ്റികൾ നിയമിക്കുമ്പോൾ കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് അവരുടെ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാം, നടപടിക്രമങ്ങളിലൊക്കെ പങ്കെടുക്കാമെങ്കിലും വോട്ടവകാശം കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് ഉണ്ടാവില്ല. അത് ശ്രദ്ധിക്കണം. കമ്മീഷനോ അതിന്റെ കമ്മിറ്റികളോ ആവശ്യമുള്ളപ്പോഴൊക്കെ സമ്മേളിക്കേണ്ടതും ചെയർപേഴ്സണ് യുക്തമെന്ന് തോന്നുന്ന സ്ഥലത്തും സമയത്തും യോഗം ചേരേണ്ടതുമാണ്. ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന സമയത്ത് മാത്രമാണ് യോഗം ചേരാൻ പറ്റുന്നില്ല. ചെയർപേഴ്സണ് യുക്തമെന്ന് തോന്നുന്ന സ്ഥലത്തോ സമയത്തോ ഈ കമ്മിറ്റികളെ വിളിച്ചുകൂട്ടി അവർക്ക് യോഗം ചേരാവുന്നതാണ്. കമ്മീഷന്റെ എല്ലാ ഉത്തരവുകളും തീരുമാനങ്ങളും മെമ്പർ സെക്രട്ടറിയോ അദ്ദേഹം കമ്മീഷനിലെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥ
ഉദ്യോഗസ്ഥനോ അദ്ദേഹം നിയോഗിച്ച കമ്മീഷനിലെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ സാക്ഷ്യപ്പെടുത്തേണ്ടതുമാണ്. അതായത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പ്രമാണീകരിച്ച് വെക്കേണ്ടതാണ്. കമ്മീഷന്റെ എല്ലാ ഉത്തരവുകളും തീരുമാനങ്ങളും കൃത്യമായി നോട്ട് ചെയ്ത് സൂക്ഷിക്കേണ്ടത് മെമ്പർ സെക്രട്ടറിയുടെ അവകാശമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് വനിതാ കമ്മീഷന് കുറച്ച് ചുമതലകളൊക്കെ ഉണ്ട്. എന്താ അവരുടെ ചുമതലകള്? അതായത് ഭരണഘടനയിലും മറ്റു നിയമങ്ങൾക്ക് കീഴിലും സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കുക, പരിശോധിക്കുക. ആ ഭരണഘടനയിൽ എഴുതി വെച്ചൊക്കെ മാത്രമാണോ അത് ഇവർക്ക് ഓരോരുത്തർക്കും പ്രാവർത്തികമാക്കി കൊടുക്കണില്ലേ എന്ന് അന്വേഷിക്കുക. ഇനി അടുത്തത് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങള് എന്താ പറയാ നടപ്പിലാക്കാത്തതുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ വിശദീകരിച്ചുകൊണ്ട് ഒരു വാർഷിക റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കുക? കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുക. സ്ത്രീകളുടെ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരുകളോടും മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. അതായത് ഇന്ന കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യണം കേട്ടോ എന്ന് മാർഗനിർദ്ദേശം കൊടുക്കുക. ഭരണഘടനയിലോ മറ്റു നിയമങ്ങളിലോ ഉള്ള സ്ത്രീകളെ ബാധിക്കുന്ന വ്യവസ്ഥകളിലെ അപര്യാപ്തതയോ കുറവോ പോരായ്മയോ, അതായത് ഭരണഘടനയിലോ പൊതുവായിട്ട് വന്നിട്ടുള്ള നിയമങ്ങളിലോ സ്ത്രീകൾക്ക് അവരെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളില് എന്തെങ്കിലും അപര്യാപ്തതകളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി അത് പരിഹരിക്കാനുള്ള നിയമ നടപടികൾ ആർക്ക്? സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനും നിർദ്ദേശിക്കാനും ആർക്ക് അവകാശമുണ്ട്? ദേശീയ വനിതാ കമ്മീഷന് അവകാശമുണ്ട്. ഇനി അതുപോലെ തന്നെ കമ്മീഷന് ചില സന്ദർഭങ്ങളിൽ സ്വമേധയാ തന്നെ ഇടപെടാവുന്നതാണ്. ചില കാര്യങ്ങളിൽ അപേക്ഷ അല്ലെങ്കിൽ ഒരു പരാതി കിട്ടാതെ തന്നെ അവർക്ക് നേരിട്ട് ഇടപെടാം. പരാതികൾ അവർക്ക് തന്നെ അവരെന്നെ സ്വയം എന്തെടുത്തു, കേസ് എടുത്തു എന്ന് നമ്മൾ പറയണ കേട്ടിട്ടില്ലേ? വനിതാ കമ്മീഷൻ സ്വയം കേസ് എടുത്തു, അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വയമേവ കേസ് എടുത്തു എന്ന് പറയണ കേട്ടിട്ടില്ലേ? അത്തരം സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നാ ചോദിക്കണേ. ചില സന്ദർഭങ്ങളിൽ സ്ത്രീകളുടെ അവകാശം നിഷേധിച്ചു അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ടു എന്നവർക്ക് തോന്നിയാൽ, സ്ത്രീകളുടെ സമത്വവും വികസനവും സംരക്ഷണവും ലക്ഷ്യം വെച്ച് നിലവിൽ വന്ന നിയമങ്ങൾ നടപ്പിലാക്കാതിരുന്നാൽ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിയമമൊക്കെ കൊണ്ടുവന്നു പക്ഷെ നടപ്പിലാക്കാതിരുന്നാൽ, സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പരിഹരിക്കാനും അവരുടെ ക്ഷേമത്തിനും ആശ്വാസത്തിനുമായി ഏറ്റെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാതിരിക്കുക. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത് മൂന്നും അങ്ങനെ തന്നെയാണ്. അതായത് അവകാശങ്ങൾ നിഷേധിക്കുക, അല്ലെങ്കിൽ സമത്വവും വികസനവും, സ്ത്രീകളുടെ സമത്വം, വികസനം, സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടി നിയമങ്ങൾ നടപ്പിലാക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങള്, അവരുടെ ക്ഷേമത്തിനും ആശ്വാസത്തിനും എടുത്തിട്ടുള്ള തീരുമാനങ്ങള് അതൊന്നും നടപ്പാക്കാതിരുന്നാൽ ഇവര് സ്വയമേവ എന്തെടുക്കും? കേസെടുക്കുന്ന പറയണേ. സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളോ വിവേചനങ്ങളോ ആയി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രത്യേക സാഹചര്യങ്ങളെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും പഠിക്കുകയും അന്വേഷിക്കുകയും നടത്തുക. അപ്പൊ പുതിയ പുതിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും സ്ത്രീകൾക്ക് വരുന്നുണ്ടോ അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അതിനെക്കുറിച്ച് പഠനം നടത്തുക. ഇനി അതിന് പരിഹാരം എങ്ങനെയാ കാണാൻ പറ്റുകയെന്ന് അത് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യാം. എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനും അവർ ഉയർന്നു വരുന്നതിനും അവരുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും വിദ്യാഭ്യാസ ഗവേഷണ മേഖലകളിലും മറ്റും പ്രോത്സാഹനം നൽകുന്നതിനുള്ള നടപടികളൊക്കെ ആരെടുക്കണം? വനിതാ കമ്മീഷൻ എടുക്കണം. സ്ത്രീകളുടെ ഉന്നമനത്തിനായുള്ള സാമൂഹിക സാമ്പത്തിക പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ആ പദ്ധതികളിൽ പങ്കാളികളാവുകയും പദ്ധതികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് നൽകുകയും ചെയ്യേണ്ടതും ആരെന്നെയാണ്? ദേശീയ വനിതാ കമ്മീഷനാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലുള്ള സ്ത്രീ സമൂഹത്തിന്റെ വികസനത്തിന്റെ പുരോഗതി അതാത് സമയങ്ങളിൽ വിലയിരുത്തേണ്ടത് ആരാണ്? ദേശീയ വനിതാ കമ്മീഷനാണ്. ഇനി സ്ത്രീകളെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ടാവാം, കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നുണ്ടാവാം, അങ്ങനെയുള്ള പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടാവാം, ജയിലുകള് മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ആവശ്യമാണെന്ന് തോന്നിയാൽ ആ സ്ഥാപനങ്ങളിൽ ചെല്ലാനും അവിടെ പരിശോധനകൾ നടത്താനും അവിടെ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നെങ്കിൽ അതിന്റെ പരിഹാര നടപടികൾ ചെയ്തോളണം എന്ന അധികാരികളെ വിവരം ധരിപ്പിക്കേണ്ടതും ആരെന്നെയാണ്? ദേശീയ വനിതാ കമ്മീഷൻ തന്നെയാണ്. സ്ത്രീകളുടെ ഒരു വലിയ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ഉൾക്കൊള്ളുന്ന നിയമ നടപടികൾക്ക് ധനസഹായം നൽകേണ്ടതും എവിടെ നിന്നൊക്കെ ഫണ്ട് സ്വരൂപിക്കാം എന്ന് കണ്ടുപിടിക്കേണ്ട ഡ്യൂട്ടിയും ആർക്ക് തന്നെയാണ്?
വനിതാ കമ്മീഷനാണ്. അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കൺക്ലൂഷനിൽ പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളായിക്കോട്ടെ അതിനെ കുറിച്ചൊക്കെ സർക്കാരിന് കൃത്യമായി, അതായത് ആനുകാലിക റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആനുകാലികം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കറണ്ട് അഫയേഴ്സ് ആണ് അല്ലെ. അപ്പൊ കറണ്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ അതൊക്കെ മനസ്സിലാക്കി അപ്പപ്പോ റിപ്പോർട്ട് ആർക്ക് കൊടുത്തോളണം? ഗവൺമെന്റിന്. അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും, സംസ്ഥാന വനിതാ കമ്മീഷനുകളാണെങ്കിൽ അവര് ഏത് സംസ്ഥാനത്താണോ ഓരോ സംസ്ഥാനത്തെയും ഗവൺമെന്റിനും അത് കൊടുത്തോളണം എന്നാണ് കേട്ടോ. ഇനി കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യണം? പാർലമെന്റിന്റെ ഇരുസഭകളിലും സമർപ്പിക്കണം. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇവര് അതാത് സമയത്ത് വാർഷിക റിപ്പോർട്ടുകളും ആനുകാലിക റിപ്പോർട്ടുകളും ആർക്ക് കൊടുക്കും? ഗവൺമെന്റിന് കൊടുക്കും. ഗവൺമെന്റ് കൊടുത്താൽ കൈവച്ചുകൊണ്ടിരിക്കുകയല്ല, പാർലമെന്റിന്റെ ലോക്സഭയിലും രാജ്യസഭയിലും അത് സമർപ്പിക്കണം. റിപ്പോർട്ടിൽ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് അയച്ചു കൊടുക്കേണ്ടത് ആരുടെ കടമയാണ്? സെൻട്രൽ ഗവൺമെന്റ് കടമയാണ്. കൂടാതെ കമ്മീഷൻ ശുപാർശകളെ സ്വീകരിച്ചതിനും തിരസ്കരിച്ചതിനുമുള്ള വിശദീകരണവും റിപ്പോർട്ടിനോടൊപ്പം കേന്ദ്ര സർക്കാർ പാർലമെന്റിന് നൽകണം. അതായത് ഏതെങ്കിലും ശുപാർശകള് കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്, ഏതൊക്കെ ശുപാർശകളാണ് അവര് അംഗീകരിച്ചിട്ടുള്ളത്, ഏതൊക്കെ ശുപാർശകളാണ് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്, അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് കാരണമുള്ളത്, അതൊക്കെ കേന്ദ്ര സർക്കാർ പാർലമെന്റിന് നൽകാൻ വേണം. ഇത്രയൊക്കെയാണ് ഇവരുടെ ചുമതലകൾ. അപ്പൊ ഇത്രയും നീട്ടി ചുമതലകൾ ഞാൻ പറയാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോ നീണ്ട ഒരു ക്ലാസ് ആണ്, 10-15 മിനിറ്റിനുള്ളിൽ തീരണം, നമ്മൾ അരമണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കുകയായിരിക്കാം. പക്ഷേ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഒരു ചോദ്യം തരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ്. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ ആൻസർ നമ്മുടെ കയ്യിൽ നിന്ന് അവിടുന്ന് പോകും അല്ലെ. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകൾ എന്ത്? താഴെ പറയുന്നതിൽ ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത് ഏത് എന്ന് പറഞ്ഞാൽ 4 സ്റ്റേറ്റ്മെന്റ് തന്നാൽ ആ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ഇവരുടെ ചുമതലകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ടേ. അപ്പൊ അത് പഠിക്കുക തന്നെ വേണം. ആവശ്യമുള്ളവരെ, നമുക്ക് മാർക്ക് വേണം, അല്ലെങ്കിൽ നല്ല റാങ്ക് ലിസ്റ്റിൽ നല്ല മാർക്കോടുകൂടി റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന നല്ല ലെവലിൽ എത്തണം എന്നുള്ളവർ തീർച്ചയായിട്ടും ഇത് മുഴുവൻ കണ്ട് പഠിക്കുക തന്നെ വേണം. ഇനി കമ്മീഷന് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ഉണ്ട് എന്നാണ് കമ്മീഷൻ പറയുന്നത്. അപ്പൊ എന്താണ്? ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്ന് ഏതൊരു വ്യക്തിയെയും വിളിച്ചു വരുത്തി കമ്മീഷന് മുന്നിൽ ഹാജരാകാൻ പറയാം. അതൊരു സിവിൽ കോടതിയുടെ അധികാരമാണ്. ഏത് രേഖയും കണ്ടെത്താനും ഹാജരാക്കാനും, രേഖകൾ കൊണ്ടുവരിക, രേഖകൾ ഹാജരാക്കാൻ പറയാം. സത്യവാങ്മൂലത്തിന്മേൽ തെളിവുകൾ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പോ ആവശ്യപ്പെടുന്നതിനും ഇവർക്ക് അവകാശമുണ്ട്. സാക്ഷികളുടെ വിസ്താരത്തിനും രേഖകൾ പരിശോധിക്കുന്നതിനുമായി അതും കമ്മീഷൻ ചെയ്യാം. അതായത് സാക്ഷികളുടെ വിസ്താരം വിസ്തരിക്കണമെങ്കിൽ ചില രേഖകൾ അവർക്ക് ആവശ്യമായിട്ട് വരും. ആ രേഖകൾ പുറപ്പെടുവിക്കാൻ കമ്മീഷന് പറയാം. നിർണ്ണയിക്കപ്പെടാവുന്ന മറ്റേതെങ്കിലും കാര്യം, ഇനി ഇത് കൂടാണ്ട് വേറെ ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചാൽ മതി. അതായത് 5 എണ്ണം. അതായത് ഇന്ത്യയിലെ ഏത് സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തിയായാലും കമ്മീഷന്റെ മുമ്പിൽ ഹാജരാകാൻ പറയാം. ഹാജരാകുമ്പോ ഏത് രേഖ വേണമെങ്കിലും ഹാജരാക്കണം. അതായത് ഹാജരാവുന്നതിനോടൊപ്പം ഇന്ന രേഖകളും കൂടെ ഹാജരാക്കാൻ പറയാം. സത്യവാങ്മൂലത്തിൽ തെളിവുകൾ സ്വീകരിക്കാം. കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്നൊക്കെ പൊതുവായിട്ടുള്ള രേഖകളുടെ പകർപ്പുകളൊക്കെ ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. സാക്ഷി വിസ്താരത്തിനുള്ള അവകാശമുണ്ട്. അപ്പൊ സാക്ഷി വിസ്താരത്തിനൊപ്പം രേഖകൾ പരിശോധിക്കുകയും ചെയ്യാം. ഇതൊക്കെ അവരുടെ അധികാരങ്ങളായിട്ടാണ് പറയുന്നത് കേട്ടോ. ഇനി ഇവരുടെ നമ്മൾ പറഞ്ഞു പൊതുവായിട്ടുള്ള പല കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ കണക്കുകളൊക്കെ കാശൊക്കെ ഇവര് പൊതുവായിട്ടുള്ള സ്ത്രീകളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാശുകൾ ഇവർ സ്വരൂപിക്കേണ്ടി വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണ്ടേ. അപ്പൊ അതും കൂടെ നമ്മൾ പഠിക്കാം. അതായത് നമ്മുടെ ഈ വനിതാ കമ്മീഷൻ നിയമത്തിൽ പറയുന്ന ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാരിന് ഉചിതമെന്ന് തോന്നുന്ന തുക ഗ്രാന്റുകളായിട്ട് കമ്മീഷന് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോ കമ്മീഷൻ ഉചിതമായ അക്കൗണ്ടുകളും പ്രശസ്തമായ മറ്റു റെക്കോർഡുകളും സൂക്ഷിക്കണം. അത് നിർബന്ധമാണ്. അതായത് ഗ്രാന്റ് കിട്ടിയത് എന്തൊക്കെ ആവശ്യത്തിനാണ് ഉപയോഗിച്ചതെന്നുള്ള അക്കൗണ്ട് സൂക്ഷിക്കണം. ഇത് ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG കൂടിയാലോചിച്ച് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ഫോമിൽ അക്കൗണ്ടുകളുടെ വാർഷിക പ്രസ്താവന തയ്യാറാക്കണം. അപ്പൊ ഓഡിറ്റിംഗ് നടത്തണം എന്ന് CAGയുടെ കീഴിൽ ഓഡിറ്റിംഗ് നടത്തണം. കമ്മീഷന്റെ അക്കൗണ്ടുകൾ CAG അദ്ദേഹം നിശ്ചയിക്കുന്ന ഇടവേളകളിൽ ഓഡിറ്റ് ചെയ്യേണ്ടതും അങ്ങനെയുള്ള ഓഡിറ്റ് സംബന്ധമായി ഉണ്ടാകുന്ന ചെലവുകൾ കമ്മീഷൻ CAGക്ക് നൽകേണ്ടതുമാണ്. അപ്പോ CAG എന്ത് ചെയ്യും? ഓഡിറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ അതിന് വരുന്ന ചെലവ് CAGക്ക് ആര് കൊടുക്കണം? കമ്മീഷൻ കൊടുക്കുകയും വേണം.
ഇനി CAGയെയോ അദ്ദേഹം നിയമിച്ച മറ്റേതെങ്കിലും വ്യക്തിയെയോ സാക്ഷ്യപ്പെടുത്തിയ കമ്മീഷന്റെ അക്കൗണ്ടുകളും അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും കമ്മീഷൻ വർഷം തോറും കേന്ദ്ര സർക്കാരിന് കൈമാറണം. അപ്പൊ CAGയോ അല്ലെങ്കിൽ CAG നിർദ്ദേശിച്ച ഏതെങ്കിലും വ്യക്തിയോ ഇവരുടെ അക്കൗണ്ടുകളൊക്കെ ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ഓഡിറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകള് ഓഡിറ്റ് റിപ്പോർട്ട് ഓരോ വർഷവും ആർക്കും കൊടുക്കണം? സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കണം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇവർക്ക് ഗ്രാന്റ് കൊടുക്കും. ആ ഗ്രാന്റ് ഇവർ ഏതൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നുള്ള കൃത്യമായിട്ടുള്ള അക്കൗണ്ട് ഉണ്ടാക്കണം. ആ അക്കൗണ്ട് CAG കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കണം. ഒന്നില്ലെങ്കിൽ CAG ചെയ്യും, അല്ലെങ്കിൽ CAGയുടെ ഡയറക്ഷനിൽ വേറെ ഏതെങ്കിലും CAG നിയമിക്കുന്ന വ്യക്തി ചെയ്യും. അത് ഓഡിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റ് സമർപ്പിക്കുകയും വേണം. ക്ലിയർ ആയില്ലോ? ഇത് കൂടാണ്ട് വാർഷിക റിപ്പോർട്ട് കമ്മീഷൻ, ഇത് കൂടാണ്ട് വാർഷിക റിപ്പോർട്ടും ആർക്ക് സമർപ്പിക്കണം? സെൻട്രൽ ഗവൺമെന്റ് സമർപ്പിക്കണം കേട്ടോ. അങ്ങനെ ഇങ്ങനെ ലഭിക്കുന്ന വാർഷിക റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യണം? പാർലമെന്റിലെ ഇരു സഭകളിലും വെക്കുകയും വേണം. ക്ലിയർ ആയില്ലോ? ഇനി അടുത്തത്, സ്ത്രീകളെ സംബന്ധിക്കുന്ന നയപരമായ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കേന്ദ്ര സർക്കാർ വനിതാ കമ്മീഷനുമായിട്ട് കൂടിയാലോചിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ കൺക്ലൂഷനിലേക്ക് എത്താണ് നമ്മള്. അപ്പൊ പറയാണ്, സ്ത്രീകളെ സംബന്ധിക്കുന്ന എന്ത് തീരുമാനങ്ങളായാലും പ്രധാനപ്പെട്ട എന്ത് വിഷയങ്ങളായാലും കേന്ദ്ര സർക്കാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷനോട് കൂടി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി ഈ വനിതാ കമ്മീഷൻ നിയമത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്ന എല്ലാ ചട്ടങ്ങളും അത് ഉണ്ടാക്കിയതിന് ശേഷം എത്രയും വേഗം പാർലമെന്റിന്റെ ഇരുസഭകളിലെ ഒരു സെഷനിലോ 2 അതിലധികമോ സെഷനിലോ ആകെ 30 ദിവസത്തെ കാലത്തേക്ക് വെക്കേണ്ടതാണ്. അപ്പൊ ഒരു നിയമം ഉണ്ടാക്കി ആ നിയമത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അമെന്റ്മെന്റും പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ തന്നെ അത് പാർലമെന്റിന്റെ ഇരുസഭകളിലെ സെഷനിലോ 2 അതിലും സെഷനിലോ ആകെ 30 ദിവസ കാലത്തേക്ക് വെക്കണം. അതിനുശേഷം നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ഇരുസഭകളും സമ്മതിച്ചാൽ, മാറ്റം വരുത്താൻ ഇരുസഭകളും സമ്മതിച്ചാൽ പിന്നീട് അത്തരം പരിഷ്കാരങ്ങൾക്ക് ശേഷം മാത്രമേ ആ നിയമം പ്രാബല്യത്തിൽ വരുള്ളൂ. അതായത് അമെന്റ്മെന്റിന് ശേഷം മാത്രമേ നിയമം പ്രാബല്യത്തിൽ വരുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ദേശീയ വനിതാ കമ്മീഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ചെറിയൊരു കാര്യം കൂടിയുള്ളൂ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നാ വന്നേ, അതുപോലെ തന്നെ ആരൊക്കെയാ ചെയർപേഴ്സൺ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് പഠിക്കാം കേട്ടോ. അതായത് ജസ്റ്റിസ് BR കൃഷ്ണയ്യർ നമ്മൾ കേട്ടിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റി എന്നിവരുടെ നിയമസഹായം തേടി നമ്മുടെ മന്ത്രി KR ഗൗരിയമ്മ 1990 ഒരു രാഷ്ട്രപതിയുടെ അനുമതിക്കായിട്ട് സെൻട്രൽ ഗവൺമെന്റിലേക്ക് ഒരു അപേക്ഷ വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സംസ്ഥാനത്തും ഒരു വനിതാ കമ്മീഷൻ വേണം എന്ന്. അപ്പോ ജസ്റ്റിസ് BR കൃഷ്ണയ്യർ, ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റി എന്നിവരുടെ നിയമസഹായത്തോടെ വനിതാ സംഘടനകളുടെ നിർദ്ദേശത്തോടെയും 1990 സാമൂഹ്യക്ഷേമ മന്ത്രി KR ഗൗരിയമ്മയുടെ നിർദ്ദേശപ്രകാരം കേരള വനിതാ കമ്മീഷൻ നിയമം രാഷ്ട്രപതിക്ക് അനുമതിക്കായി അയച്ചു. പക്ഷേ ഈ അനുമതി കിട്ടാൻ നമ്മൾ 5 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 90 അയച്ച ആ അപേക്ഷയ്ക്ക് നമുക്ക് അനുമതി കിട്ടിയത് 95 സെപ്റ്റംബർ 15 രാഷ്ട്രപതി അംഗീകരിച്ചതോടെയാണ്. അപ്പൊ 95 സെപ്റ്റംബർ 15 രാഷ്ട്രപതി അത് അംഗീകരിച്ചു. അങ്ങനെ കേരള വനിതാ കമ്മീഷൻ നിയമം 95 ഡിസംബർ 1 നിലവിൽ വന്നു. 95 ഡിസംബർ 1 ഏത് രാഷ്ട്രപതി അംഗീകരിച്ചെന്ന് അറിയോ? ഡോക്ടർ ശങ്കർ ദയാർ ശർമ്മയാണ് അംഗീകരിച്ചത് കേട്ടോ. 95 ഡിസംബർ 1 വനിതാ കമ്മീഷൻ നിയമം വന്നു. വനിതാ കമ്മീഷൻ നിയമം നമ്മൾ 2002 2007 ഭേദഗതി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വനിതാ കമ്മീഷനില്, സംസ്ഥാന വനിതാ കമ്മീഷനില് 28 സെക്ഷനുകളും ഉണ്ട്. അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ല? 95 ഡിസംബർ 1 വനിതാ കമ്മീഷൻ നിയമം വന്നത്. വനിതാ കമ്മീഷൻ നിയമം 2002 2007 ഭേദഗതി ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വനിതാ കമ്മീഷൻ വേണം എന്നുള്ള ആശയത്തിന്റെ പുറത്ത് നമ്മളൊരു അപേക്ഷ വെച്ചിട്ട് 95 സെപ്റ്റംബർ 15 ഡോക്ടർ ശങ്കർ ദയാർ ശർമ്മയാണ് അത് ഒപ്പിട്ട് നമുക്ക് നൽകിയത്. അങ്ങനെ 95 ഡിസംബർ 1 നിയമം നിലവിൽ വന്നു. ഇനി നമ്മുടെ കേരളത്തിൽ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 96 മാർച്ച് 14. 1996 മാർച്ച് 14 സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരണേ. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 96 മാർച്ച് 14. ഇനി അടുത്ത സംസ്ഥാന വനിതാ കമ്മീഷൻ തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് ആസ്ഥാനം. അവരുടെ പ്രസിദ്ധീകരണത്തിന്റെ പേര് സ്ത്രീ ശക്തി എന്നാണ്. എന്താണ് പ്രസിദ്ധീകരണത്തിന്റെ പേര്? സ്ത്രീ ശക്തി. ഇനി
കേരളത്തിലെ ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സുഗതകുമാരി. ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷ സുഗതകുമാരി. രണ്ടാമത്തെ അധ്യക്ഷ ഡി ശ്രീദേവി. രണ്ടാമത്തെ അധ്യക്ഷ ഡി ശ്രീദേവി. 2 തവണ അധ്യക്ഷ സ്ഥാനം വഹിച്ച വ്യക്തിയാണ് ഡി ശ്രീദേവി. മൂന്നാമത്തെ അധ്യക്ഷ എം കമലം. അപ്പോ സുഗതകുമാരി, ശ്രീദേവി, അതുപോലെ തന്നെ മൂന്നാമത്തെ ആള് കമലം. ഇനി അടുത്ത നിലവിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. നിലവില് പി സതീദേവി. ഇനി അടുത്ത കേരള വനിതാ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അംഗങ്ങൾ ഒരു ചെയർപേഴ്സണും 4-ൽ കൂടാത്ത അംഗങ്ങളും. അപ്പൊ മാക്സിമം 4 പേരെ പാടുള്ളൂ. അപ്പൊ മൊത്തം 5 പേര്, അതായത് 4 അംഗങ്ങളും ഒരു ചെയർപേഴ്സണും. കുറയണോട്ട് കുഴപ്പമില്ല, കൂടാൻ പാടില്ല, 4-നേക്കാൾ കൂടാൻ പാടില്ല. കമ്മീഷന് കൂടാണ്ട് ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടാവും കേട്ടോ. അപ്പൊ കേരള വനിതാ കമ്മീഷനിലെ അംഗങ്ങൾ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും. 4-ൽ കൂടാത്ത, ശ്രദ്ധിക്കണം കേട്ടോ, അത് ഓപ്ഷനിൽ 4-ൽ കൂടാത്ത അംഗങ്ങൾ, 4-ൽ കുറയാത്ത അംഗങ്ങൾ, അങ്ങനെയൊക്കെ വരും. ഈ കമ്മീഷൻ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തി പരിജ്ഞാനമുള്ളവരും അത്തരം വിഷയങ്ങളിൽ സമഗ്രമായ അറിവുള്ളവരുമായ ഒരു വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ. ക്ലിയർ ആയില്ല? അടുത്ത, സ്ത്രീകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനുള്ള കഴിവുണ്ടാവുക, അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് മതിയായ അറിവും പരിചയവും ഉണ്ടാവുക, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കമ്മീഷനിലെ അംഗങ്ങളായിട്ട് തെരഞ്ഞെടുക്കുക. അപ്പൊ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിലവിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെയാണ്, ലേഡീസിനെയാണ് അംഗങ്ങളായിട്ട് തെരഞ്ഞെടുക്കണേ. അതിലൊരാള് നമ്മൾ നാഷണൽ ലെവലിൽ പറഞ്ഞ പോലെ തന്നെ 2 പേര്, ഒരാൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കും, ഒരാൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. ചെയർപേഴ്സണും അംഗങ്ങളും വനിതകളും ആയിരിക്കണം. സംസ്ഥാന സർക്കാരാണ് അംഗങ്ങളെ നിയമിക്കേണ്ടത്. ക്ലിയർ ആയില്ല? ഇനി അടുത്തത് ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലയളവാ പറയണത്. സെക്രട്ടറി ഒഴികെ എല്ലാവർക്കും 5 വർഷ കാലയളവ്. നേരത്തെ നമ്മൾ പറഞ്ഞു 3 വർഷം 65 വയസ്സ് അല്ലെ, ഇവിടെ പറഞ്ഞു 5 വർഷം ട്ടാ. ഇനി അടുത്തത്, ചെയർപേഴ്സണിനോ അംഗങ്ങൾക്കോ സംസ്ഥാന സർക്കാരിന് മുമ്പാകെ എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം, രാജിവെച്ച് പോവാം. അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ കമ്മീഷനിലെ ഏതെങ്കിലും ഒരു അംഗം രാജിവെച്ച് പോയാൽ നമുക്ക് വ്യവസ്ഥകൾ അനുസരിച്ച് അവിടെ നികത്തണമല്ലോ, അംഗങ്ങളുടെ എണ്ണം പൂർത്തീകരിക്കണം. അങ്ങനെ നിയമിക്കപ്പെടുന്ന വ്യക്തി അയാൾ ഏതാളിന്റെ സ്ഥാനത്തേക്കാണോ നിയമിതനായത് ആ ആളിന്റെ ശേഷിക്കുന്ന കാലയളവ് വരെയാണ് ഉദ്യോഗസ്ഥ. അപ്പോ 5 വർഷത്തെ കാലയളവ് അവർക്കല്ലേ, 3 വർഷം അവർ ഭരിച്ചു എങ്കിൽ ബാക്കി 2 വർഷം കൂടി ഇയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന്. ക്ലിയർ ആയില്ല? ഇനി കമ്മീഷന്റെ ഒരു യോഗത്തിൽ കോറം 4 ട്ടാ. യോഗത്തിൽ കോറം 4 2002-ലെ ഭേദഗതി പ്രകാരം കോറം 2 ആക്കിയതാണ്. നമ്മൾ പറഞ്ഞു 2002-ലും 2007-ലും ഭേദഗതി ഉണ്ടായിരുന്നു. 2007-ല് വീണ്ടും കോറം 4 തന്നെയാക്കി ട്ടാ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഭേദഗതിയുടെ കമ്മീഷനിലെ യോഗത്തിലെ കോറം ഏതാണ്? 4 ഓർക്കുക. ഇനി അടുത്തത്, കമ്മീഷന്റെ യോഗത്തിൽ ചെയർപേഴ്സണോ ചെയർപേഴ്സന്റെ അഭാവത്തിൽ മറ്റംഗങ്ങൾക്കോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്കോ അധ്യക്ഷ സ്ഥാനം വഹിക്കാം. അതായത് കാര്യങ്ങളൊക്കെ തീർപ്പാക്കാനായിട്ട് കമ്മീഷൻ യോഗം കൂടും. യോഗം കൂടുമ്പോഴുള്ള കോറാണ് 4 പറഞ്ഞത്. കമ്മീഷന് വരാൻ പറ്റിയില്ല, അപ്പൊ അങ്ങനെയാണ്, ചെയർപേഴ്സന് വരാൻ പറ്റിയില്ലെങ്കിൽ ചെയർപേഴ്സന്റെ അഭാവത്തിൽ മറ്റംഗങ്ങൾക്ക് എന്താവാം, അധ്യക്ഷ സ്ഥാനം വഹിക്കാം. കമ്മീഷന്റെ യോഗത്തിൽ പരിഗണിക്കപ്പെടേണ്ട എല്ലാ പ്രശ്നങ്ങളും ഭൂരിപക്ഷം അംഗങ്ങളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കുക. വോട്ടുകൾ തുല്യമായാൽ ആരാണോ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്, ചിലപ്പോൾ അധ്യക്ഷനായിരിക്കും, ചെയർപേഴ്സൺ ആയിരിക്കും. ചെയർപേഴ്സൺ ഇല്ലെങ്കിൽ ചെയർപേഴ്സന്റെ അഭാവത്തിൽ വേറെ ആരെങ്കിലും ആയിരിക്കില്ല അധ്യക്ഷനും. അപ്പൊ ആ അധ്യക്ഷൻ കാസ്റ്റിംഗ് വോട്ടിട്ട് അദ്ദേഹത്തിന് വോട്ട് രേഖപ്പെടുത്താനായിട്ടും പറ്റും. ഇനി ചില പ്രത്യേക വിഷയങ്ങളിൽ തീരുമാനത്തിൽ എത്തിച്ചേരുന്നതിനായി ആ വിഷയത്തിൽ അറിവുള്ള ഒരു വ്യക്തിയെ യോഗത്തിലേക്ക് ക്ഷണിക്കാനൊക്കെ അവർക്ക് പറ്റും. പക്ഷേ യോഗത്തിന് ക്ഷണിച്ച് അവർക്ക് അഭിപ്രായം പറയാം, വോട്ട് ചെയ്യാനുള്ള അവകാശം ആ വ്യക്തിക്ക് ഇല്ല എന്നുള്ളതും നമ്മൾ ഓർക്കാം ട്ടോ. ഇനി നേരത്തെ നാഷണൽ കമ്മീഷൻ പറഞ്ഞ പോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവിടെയും സംസ്ഥാന കമ്മീഷനും അഡ്ഹോക്ക് കമ്മിറ്റിയെ രൂപീകരിക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അവകാശം കമ്മീഷനുണ്ട്. കമ്മീഷനിലെ 2-ൽ കൂടാത്ത അംഗങ്ങൾ ഈ കമ്മിറ്റിയിൽ ഉണ്ടാവും. കമ്മീഷന് മുമ്പുള്ള പ്രത്യേക സാഹചര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ള 2-ൽ കൂടാതെയുള്ള വിദഗ്ധരും ഉണ്ടായിരിക്കണം. അതായത് എന്താണോ ബന്ധപ്പെട്ട വിഷയം ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരിജ്ഞാനമുള്ള ആൾക്കാർ 2 പേര് വേറെ വേണം. ചെയർപേഴ്സൺ കമ്മിറ്റിയിലെ അംഗമാണെങ്കിൽ ചെയർപേഴ്സണോ മറ്റേതെങ്കിലും അംഗമോ കമ്മിറ്റിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. മനസ്സിലാവുണ്ടോ? അപ്പൊ ചെയർപേഴ്സൺ കമ്മിറ്റിയിൽ അംഗമാണ്, അഡ്ഹോക്ക് കമ്മിറ്റിയിൽ അംഗമാണെങ്കിൽ ചെയർപേഴ്സൺ തന്നെയാണ്
അധ്യക്ഷത വഹിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അഡ്ഹോക്ക് കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് കമ്മീഷന് മുമ്പാകെ നമ്മൾ സമർപ്പിക്കുകയും കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്ത പക്ഷം അത് കമ്മീഷന്റെ റിപ്പോർട്ടായിട്ട് പരിഗണിക്കും. അപ്പൊ അഡ്ഹോക്ക് കമ്മിറ്റി എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് തീരുമാനം എടുക്കാൻ അഡ്ഹോക്ക് കമ്മിറ്റിയെ നിയമിച്ചു. അഡ്ഹോക്ക് കമ്മിറ്റിയിലും ഈ കമ്മീഷനിലെ അംഗങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്ത് റിപ്പോർട്ട് സമർപ്പിച്ച് ആ റിപ്പോർട്ട് കമ്മീഷൻ അംഗീകരിച്ചാൽ അത് ആരുടെ റിപ്പോർട്ടായി? അഡ്ഹോക്ക് കമ്മിറ്റിയുടെ റിപ്പോർട്ടല്ല, കമ്മീഷന്റെ തന്നെ റിപ്പോർട്ടായിട്ട് മാറിയെന്ന്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത കമ്മീഷന്റെ രൂപീകരണത്തിൽ എന്തെങ്കിലും ന്യൂനത അല്ലെങ്കിൽ ക്രമക്കേടൊക്കെ നമ്മൾ പിന്നീട് കണ്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ ഔദ്യോഗിക സ്ഥാനത്തിൽ ഏതെങ്കിലും ഒഴിവ് ഉണ്ടായിരിക്കുന്നു എന്ന കാരണത്താലോ മാത്രം കമ്മീഷന്റെ ഒരു പ്രവൃത്തിയോ നടപടിയോ അസാധുവാക്കപ്പെടുന്നില്ല. ഇപ്പൊ 5 പേരുണ്ട്, അതിൽ ഒരാളെ നിയമിച്ചതിലോ എന്തെങ്കിലും ഒരു ക്രമക്കേടോ കാര്യങ്ങളോ ഒക്കെ കണ്ടു. അങ്ങനെ ആ ഒരാളുടെ കാര്യം പറഞ്ഞ് കമ്മീഷൻ ചെയ്ത ഒരു പ്രവൃത്തിയെ അസാധുവാക്കാനൊന്നും പറ്റില്ല. ആ ആളെ നമ്മൾ മാറ്റി പുതിയ ആളെ കൊണ്ടുവരികയേ ചെയ്യുള്ളൂ കേട്ടോ. ഇനി ഇവരെ നമുക്ക് പുറത്താക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അതായത് നാഷണൽ ലെവലിൽ പറഞ്ഞ പോലെ തന്നെ നിർദ്ധനാവുക, സദാചാര വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ അവര് അങ്ങനെ ചെയ്താൽ മാത്രം പോരാ, ചെയ്തു എന്ന് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിക്കുക, മാനസിക അസ്വസ്ഥ ഉണ്ടാവുക, കർത്തവ്യം ഇവർക്ക് ഇവരുടെ ഡ്യൂട്ടി ചെയ്യാൻ ഇവര് വിമുഖത കാണിക്കുക അല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യാൻ പറ്റാണ്ട് വരിക, അതുപോലെ തുടർച്ചയായിട്ട് അവധി എടുക്കുക, 3 യോഗത്തിൽ ഇവർ പങ്കെടുക്കാണ്ട് വരിക. സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായത്തിൽ, നേരത്തെ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായത്തിൽ നിന്നാണ്, ഇവിടെ അത് സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായത്തിൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അംഗമെന്ന നിലയിൽ ആ സ്ഥാനത്ത് തുടരുന്നതിന് എതിരാണെന്ന് തോന്നിയാലൊക്കെ നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? പുറത്താക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പുറത്താക്കുന്നതിന് മുമ്പ് അവരുടെ ഭാഗം വിശദീകരിക്കാനുള്ള അവകാശം നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണം. ഇത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനി ചെയർപേഴ്സൺ അംഗങ്ങളല്ലാതെ മെമ്പർ സെക്രട്ടറി എങ്ങനെയാണ്? ഗവൺമെന്റ് എത്ര കാലം പറയണോ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി എത്ര കാലം വേണമെങ്കിലും ആ പദവിയിൽ അവർക്ക് തുടരാനും പറ്റും. ഇനി അടുത്തത് വനിതാ സംഘടനകള് ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യും. അതായത് ഈ വനിതാ കമ്മീഷനിൽ അപ്പോ സ്ത്രീകളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും മറ്റുമായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് കമ്മീഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷ സമർപ്പിച്ച് കമ്മീഷൻ മുമ്പാകെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ വനിതാ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനകളായിട്ട് അവർക്ക് മാറാം. ഡയറക്ടർ ഇത്തരം അപേക്ഷകൾ പരിശോധിച്ചതിന് ശേഷം കമ്മീഷന് ശുപാർശ ചെയ്യാവുന്ന മറ്റ് അപേക്ഷകൾ നിരസിക്കാവുന്നതാണ്. അപ്പോൾ ശരിയായിട്ടുള്ള അപേക്ഷകൾ സ്വീകരിക്കും, മറ്റോ നിരസിക്കും. ഇത്തരം സംഘടനകൾക്ക് നൽകുന്ന രജിസ്ട്രേഷൻ സംഘടനകൾ ശരിയല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏത് സമയം വേണമെങ്കിലും രജിസ്ട്രേഷൻ പിൻവലിക്കാൻ ആർക്ക് അവകാശമുണ്ട്? കമ്മീഷന് അവകാശമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ദേശീയ വനിതാ കമ്മീഷൻ അതുപോലെ തന്നെ സംസ്ഥാന വനിതാ കമ്മീഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനിയിപ്പോ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു അംഗങ്ങളെ എങ്ങനെയാ നീക്കം ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെ അധികാരങ്ങളും ചുമതലകളൊക്കെ ദേശീയ വനിതാ കമ്മീഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ് സംസ്ഥാന വനിതാ കമ്മീഷനിൽ. സംസ്ഥാന വനിതാ കമ്മീഷനിലാവുമ്പോ എന്തുണ്ടാവും? ഒരു സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടാവും. അപ്പൊ സംസ്ഥാനത്ത് എവിടെയുള്ള വ്യക്തിയെ വേണമെങ്കിലും അവർക്ക് പിരിച്ചു എന്താ പറയാ അവരുടെ കമ്മീഷന് മുമ്പിൽ വിളിച്ചു വരുത്താം, രേഖ ഹാജരാക്കാൻ പറയാം, സത്യവാങ്മൂലത്തിൽ തെളിവുകൾ സ്വീകരിക്കാം, പബ്ലിക് ഓഫീസുകളിൽ നിന്നോ അത് കോടതികളിൽ നിന്നോ രേഖകളുടെ കൈപ്പറ്റാം, അതുപോലത്തെ സാക്ഷികളുടെ വിസ്താരത്തിനായി കമ്മീഷന് മുന്നിൽ വരാൻ പറയാം. ഇതൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ നാഷണൽ ലെവൽ പറഞ്ഞത് തന്നെയാണ് സ്റ്റേറ്റ് ലെവലിലും പറയാനുള്ളത്, പ്രത്യേകിച്ച് വേറൊന്നും അഡീഷണൽ ആയിട്ട് പറയാനില്ല. അപ്പൊ ഇത്രയാണ് ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? കമ്മീഷനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതില് റിപ്പോർട്ട്, അതായത് സംസ്ഥാന വനിതാ കമ്മീഷനിലും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും നോക്കണം. അതുപോലെ തന്നെ നടപടികളെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളും, അതായത് ഏതെങ്കിലും തരത്തിലുള്ള അന്യായമായ പ്രവൃത്തിക്ക് ഇരയായ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് വനിതാ സംഘടനയോ പരാതി നൽകുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിവരം കമ്മീഷന് ലഭിക്കുകയോ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുകയോ ചെയ്താൽ പ്രസ്തുത വിഷയത്തിൽ കമ്മീഷന് അന്വേഷണം നടത്താൻ പറ്റും. അതായത് ഒരു സ്ത്രീ പരാതി നൽകിയാലോ അല്ലെങ്കിൽ ഒരു വനിതാ സംഘടന പരാതി നൽകിയാലോ, രജിസ്റ്റർ ചെയ്ത ഒരു വനിതാ സംഘടന പരാതി നൽകിയാലോ എന്തിനു വേണ്ടിയിട്ട്? ഏതെങ്കിലും ഒരു സ്ത്രീ എന്തെങ്കിലും ആ സ്ത്രീക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ പരാതി നൽകിയാൽ അത് ആരന്വേഷിക്കണം? കമ്മീഷൻ അന്വേഷിക്കണം. അത്തരത്തിൽ സ്വീകരിക്കുന്ന പരാതിയിന്മേൽ കമ്മീഷൻ ഡയറക്ടറെ കൊണ്ട് ആദ്യം എന്ത് ചെയ്യും? ഒരു പ്രാഥമിക അന്വേഷണം നടത്തും. പരാതിക്ക് അടിസ്ഥാനമുണ്ടെന്ന് കണ്ടാൽ വിശദമായിട്ട് അവര് അന്വേഷണം നടത്തുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആ പ്രോസിക്യൂഷൻ നടപടിക്കായി സർക്കാരിനോട് ശുപാർശ ചെയ്യും. ഇത്തരത്തിൽ കമ്മീഷൻ നൽകുന്ന ശുപാർശ 2 മാസത്തിനുള്ളിൽ സർക്കാർ തീരുമാനമെടുക്കുകയും അത് കമ്മീഷൻ അറിയിക്കുകയും വേണം. എന്താന്ന് മനസ്സിലായില്ലേ? അതായത് നീതിരഹിതമായ നടപടിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു കേസ് നമ്മുടെ നാട്ടിൽ നടന്നു, അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ നടന്ന അല്ലെങ്കിൽ ഇരയായ സ്ത്രീക്ക് നേരിട്ട് എന്ത് ചെയ്യാം?
ഈ കമ്മീഷന് പരാതി നൽകാം, അല്ലെങ്കിൽ വനിതാ കമ്മീഷന് സ്വയം പരാതി ഏറ്റെടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റേർഡ് സംഘടനകൾക്ക് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ ഇവരോട് അന്വേഷിക്കാൻ പറയാം. അത്തരം സന്ദർഭങ്ങളിൽ ആദ്യം തന്നെ ഇവർ പരാതി ഏറ്റെടുത്ത് ഡയറക്ടറോട് ആ പരാതി ശരിയാണോ അല്ലെങ്കിൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം ഒരു പ്രാഥമിക അന്വേഷണം നടത്തും. രണ്ടാമത് വിശദമായിട്ട് അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുക്കും. ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് 2 മാസത്തിനുള്ളിൽ അതിന് തീരുമാനം എടുത്ത് കമ്മീഷനെ അറിയിക്കുകയും വേണം. ഇനി ഇത് കൂടാണ്ട് ഇവര് വാർഷിക റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കണം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ CAG കൊണ്ട് ചെയ്യിക്കുന്ന പോലെ തന്നെ രീതിയിലുള്ള ഒരു വാർഷിക റിപ്പോർട്ട് ഇവരുടെ സാമ്പത്തിക റിപ്പോർട്ടല്ല, കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിക്കുകയും സർക്കാർ അത് നിയമസഭാ മുമ്പാകെ എന്ത് ചെയ്യും വേണം, സമർപ്പിക്കുകയും വേണം. അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ പിന്നെ അടുത്തത്, കമ്മീഷൻ സാധാരണഗതിയിൽ തങ്ങളുടെ സിറ്റിംഗ് തിരുവനന്തപുരത്ത് വെച്ചാണ് നടത്തേണ്ടത്. കാരണം തിരുവനന്തപുരത്താണല്ലോ ഇവരുടെ ആസ്ഥാനം. എന്നാൽ നീതിരഹിതമായ എന്തെങ്കിലും നടപടികളെ കുറിച്ച് പെട്ടെന്നൊരു തീരുമാനം അല്ലെങ്കിൽ തീർപ്പൊക്കെ എടുക്കേണ്ടത് ആവശ്യം വന്നു, അപ്പൊ തിരുവനന്തപുരത്ത് മാത്രം അവർ കൂടാൻ നിന്നാൽ അത് പ്രാക്ടിക്കൽ ആവില്ല എന്നുള്ള പക്ഷം സംസ്ഥാനത്ത് ഏത് സ്ഥലത്ത് വെച്ചിട്ട് വേണമെങ്കിലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മീറ്റിംഗ് വിളിച്ചു കൂട്ടാനൊക്കെ പറ്റൂ കേട്ടോ. ഇനി അടുത്തത്, കമ്മീഷന്റെ എല്ലാ റിപ്പോർട്ടുകളും ഉത്തരവുകളും ഒക്കെ മെമ്പർ സെക്രട്ടറി കൃത്യമായിട്ട് എഴുതി തയ്യാറെടുത്തി സാക്ഷ്യപ്പെടുത്തി വെക്കേണ്ടതാണ്. സ്ത്രീകളെ സംബന്ധിച്ച എല്ലാ പ്രധാനപ്പെട്ട നയങ്ങളും സംസ്ഥാന സർക്കാർ സംസ്ഥാന വനിതാ കമ്മീഷനോട് കൂടി ആലോചിച്ച് തീരുമാനിക്കുകയും വേണം. നേരത്തെ പറഞ്ഞുല്ലോ, അതായത് സ്ത്രീകളെ കുറിച്ചിട്ടുള്ള എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ദേശീയ വനിതാ കമ്മീഷനുമായിട്ട് കൂടി ആലോചിക്കണം. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്, സംസ്ഥാന വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ഭാഗവുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത്, ഇവർക്കും സംസ്ഥാന അതും കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ഈ ഫണ്ട് ഉണ്ടല്ലോ, നമ്മൾ CAG കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർക്കും ഉണ്ടല്ലോ പെൻഷനും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും ഗ്രാന്റ് ഇവർക്കും കൊടുക്കും. അപ്പൊ അംഗങ്ങൾക്കും ഡയറക്ടർമാർക്കും കമ്മീഷനിലും മറ്റു ഉദ്യോഗസ്ഥർക്കും ഒക്കെ നൽകേണ്ട ശമ്പളം, ഭത്ത, പെൻഷൻ ഉൾപ്പെടെയുള്ള ഭരണപരമായ ചിലവുകൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ് നൽകേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകേണ്ടത് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് നൽകണം. അതൊന്ന് ഓർത്തു വെക്കണം കേട്ടോ. എവിടെ നിന്നാണ് നൽകേണ്ടത്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ് നൽകേണ്ടതെന്ന് ഓർക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനുകളെ കുറിച്ച്. ഇത്രയും നീണ്ട ടോപ്പിക്കാണ് അല്ലെങ്കിൽ നീണ്ട ക്ലാസ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും നിങ്ങൾ പഠിക്കാതെ നിവൃത്തിയില്ല. നിങ്ങളിത് പഠിച്ചു വെക്കുക തന്നെ വേണം. നിങ്ങളിത് കുറെ അധികം തവണ കേൾക്കുകയോ എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടു നോട്ട് എഴുതുകയോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചുരുക്കി എഴുതുകയോ ചെയ്ത് നിങ്ങൾ അത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ആവശ്യം. കാരണം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾക്ക്, ഡിഗ്രി ലെവൽ പോലുള്ള പരീക്ഷകൾക്ക് നമുക്ക്, അല്ലെങ്കിൽ മെയിൻസ് പോലെ 10th ഒക്കെ മെയിൻസ് പോലുള്ള പരീക്ഷകൾക്ക്, പ്രിലിംസിനായിക്കോട്ടെ എന്തിനായിക്കോട്ടെ നമുക്കിത് അത്യാവശ്യമായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള പുതിയ പുതിയ നിയമങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതിനു മുമ്പ് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എന്റെ ചാനൽ കടന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.